ഫൊറിയർ സീരീസിലെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് വീഡിയോ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഓരോ പ്രോബ്ലംസിൻ്റെയും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് ആ അപ്ലോഡ് ചെയ്ത പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുമ്പോൾ ആ ഡൗട്ട് ഇന്ന നമ്പർ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ വന്നിട്ട് എല്ലാ പ്രോബ്ലവും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രോബ്ലം തേർഡിൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റർവൽ -5 to π അത് ഡിഡ്യൂസ്ഡ് ഫോമാണ്. അതിൻ്റെ ഫോമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് A0 AN ആൻഡ് PN ഓക്കെ. കാരണം വെച്ചാൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ പറയുക, AN നമുക്ക് കണ്ടുപിടിക്കുക, BN കണ്ടുപിടിക്കുക, പിന്നെ റിഡ്യൂസ് ചെയ്യുക. then again π-x/2 whole square ഇൻറ്റർവൽസ് അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്യണം. ഒബ്റ്റെയിൻ ഫോളോയിങ് റിലേഷൻസ്, ഇത്രയും റിലേഷൻസ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് ഓൾറെഡി ഈ പ്രോബ്ലം അന്നേരം ഇതാണ് ക്വസ്റ്റ്യൻ. അതിലെ സബ്ഡിവിഷൻ ക്വസ്റ്റ്യൻസാണിത്. അത് നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾ A0 AN ആൻഡ് PN ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഇക്വേഷനിലേക്ക് വരിക. ആ പ്രോബ്ലമാണ് ഇത്. ഒത്തിരി ഉണ്ട് അത് ആ പ്രോബ്ലം. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ ടു പ്രൂവ് ദാറ്റ് ഫോർ എ വാല്യൂ ഓഫ് ആൻ എക്സ് ബിറ്റ്വീൻ -π ആൻഡ് π. അന്നേരം ഇവിടെ നമ്മൾ 1/x/2 sin x മൈനസ് ഹാഫ് ഓഫ് sin 2x 1/3 sin 3x മൈനസ് 1/4 sin 4x. അന്നേരം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ f(x) എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ f(x). എന്നിട്ട് ആ തന്നിരിക്കുന്നതിൽ നമ്മൾ നോക്കുക, ഈ f(x) വെച്ചിട്ട് ഇത് ഒരു x/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാണെങ്കിൽ A0യും ANനും നമ്മൾ വേണ്ട, BN മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഇക്വേഷൻസ്. അടുത്ത e⁻x എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതും നമ്മൾ A0ക്ക് ഫൈൻഡ് ചെയ്യുക, AN നമ്മൾ കണ്ടുപിടിക്കുക. AN കണ്ടുപിടിക്കുമ്പോൾ e⁻x ഇൻറ്റു കോസ് ഓഫ് nx ആണ്. അന്നേരം നമ്മൾ ആ ഫോമുലയിലേക്ക് നമ്മൾ കയറണം. ഫോമുല എന്ന് പറഞ്ഞാൽ e⁻cos bx എന്ന് പറഞ്ഞാൽ e⁻ax/a² + b², a ഇൻറ്റു കോസ് bx + b sin bx. ഇതാണ് ആ പ്രോബ്ലം പറയുന്നത്. ഈ ഫോമുല നമ്മൾ എഴുതി പഠിച്ച് പറ്റൂ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ ടൈം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ e⁻x -π to π. ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നത്. ഇത് e⁻x 0 to 2π ആണ്. ഇത് e⁻−π. ഇവിടെ അന്നേരം നമ്മൾ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയുക, AN ആൻഡ് BN ടൈം നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇക്വേഷനിലേക്ക് വരിക. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് Fourier is represented by f(x) mod of sine of x -π to π. മോഡ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണെന്ന് ഓൾറെഡി അറിയാം. കാരണം മോഡ് എന്ന് പറയുമ്പോൾ ഈവൻ ആണ്. കാരണം നമ്മൾ ഒരു മൈനസ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അത് പോസിറ്റീവ് നമ്പറാണ്. അന്നേരം നമുക്കറിയാം ഈവൻ ആണെങ്കിൽ BN 0 ആയിരിക്കും. അന്നേരം നമുക്കവിടെ A0 AN മാത്രം നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തത് അതാണ് മോഡ് ഓഫ് സൈൻ ഓഫ് എക്സ്. അടുത്തത് f(x) മോഡ് ഓഫ് കോസ് ഓഫ് എക്സ്. ഫോറിയർ സീരീസ് മോഡാണ്, നമ്മൾ മോഡ് ഓഫ് കോസ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഇതേപോലെ തന്നെ ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് BN 0 ആയിരിക്കും. A0യും ANനും മാത്രം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഫൊറിയറിലേക്ക് കൊടുക്കുക. അത് ഡെഡ്യൂസ് ചെയ്യേണ്ട, അതുപോലെ തന്നെയാണ് ആ പ്രോബ്ലം പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ -π to x cos of x. അതായത് ഇതാണ് f(x) എന്ന് പറഞ്ഞാൽ. അതായത് x cos of x എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫോം ഇതിൽ വരുമ്പോൾ x ആൻഡ് കോസ് ഓഫ് സൈൻ എക്സ്. ഇൻ്റഗ്രേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പ്രോഡക്റ്റ് ഓഫ് സൈൻ ടാൻ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക്കൽ പ്രോഡക്ട്സ് നമുക്ക് കിട്ടില്ല. അതിന് ഒരു സിംഗിൾ ടേമിലേക്ക് നമ്മൾ വരുത്തണം. അന്നേരം സിംഗിൾ ടേമിലേക്ക് വരുത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോമുല നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ഫോമുല എടുക്കണം. sin A + B = sin A cos B + cos A sin B.
ഇതാണ് നമുക്ക് വരുന്നത്. അന്നേരം ഇതിൽ സൈൻ എ മൈനസ് ബി സിക്കൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് കട്ട് ചെയ്ത് പോകും. അന്നേരം സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അന്നേരം അത് നമുക്ക് കിട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 സൈൻ എ കോസ് ബി എന്നാണ് നമ്മൾ വരണം. അന്നേരം ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ വാല്യൂ, ഇത് സ്മോളർ വാല്യൂ എന്ന് വെച്ചാൽ 2 കോസ് 4x ആൻഡ് കോസ് ഓഫ് 3x ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇത് 4 കൂടുതൽ ഇത് വരികയാണെങ്കിൽ സൈൻ ഓഫ് എന്ത് വരും? 4x പ്ലസ് 3x പ്ലസ് സൈൻ ഓഫ് 4x മൈനസ് 3x. കണ്ടോ? അന്നേരം ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഫോമിൽ വന്നാൽ ഇതിന് നമുക്ക് ഈ ഫോമിലേക്ക് അന്നേരം ഇവിടെ ഓൾറെഡി 2 ഉണ്ടാവില്ല. അത് നമ്മൾ ഇനി ഇത് പ്ലസ് ചെയ്തപ്പോൾ നമ്മൾ ഇതാണ് കിട്ടണമെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ഇത് കിട്ടുകയാണെങ്കിൽ ഇത് മൈനസ് ഇവിടെ വരുന്നു. അന്നേരം 2 കോസ് എ സൈൻ പി എന്ന് വരും. അന്നേരം ഇവിടെ നോക്കേണ്ടത് 2 കോസ് 4x ആൻഡ് സൈൻ 3x എന്ന് വരും. അതായത് ഇവിടെ 4x കൂടുതൽ, ഇവിടെ സൈൻ എക്സ് കൂടുതൽ. കണ്ടോ? ഇതാണ് ഈ ഫോർമുല. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ എടുക്കേണ്ടത് ആഡ് ചെയ്യുമ്പോൾ ഈ ഫോർമുലയും, അതായത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടുക. ആഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് കൊടുത്താൽ മതി. 2 സൈൻ എ കോസ് ബി ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇതാണെങ്കിൽ വരണമെങ്കിൽ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇതിലെ ഫോർമുല നമ്മൾ ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പം. ഇവിടെ അത് തന്നെയാണ് നമ്മൾ എടുക്കണത്. ഇവിടെ കോസ് എക്സ് ആൻഡ് സൈൻ എൻ എക്സ് എന്ന് പറയും. അന്നേരം ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 2 ഇല്ല, ഓൾറെഡി നമ്മൾ 2 ഇടുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം ഈ 2 നമ്മൾ കോമൺ ആയിട്ട് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. അന്നേരം ഇവിടെ എക്സ് ഇത് എൻ എക്സ് ആണ്. അന്നേരം ഇത് എൻ എക്സ് ആണ് വരില്ലേ. അന്നേരം ഇത് വരുമ്പോൾ ഏത് ഫോമിലാണ് നമ്മൾ വരുന്നത്? എ പ്ലസ് ബി ആണ് വരുന്നത്. അന്നേരം അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സൈൻ എൻ എക്സ് പ്ലസ് 1x. അന്നേരം ഈ എൻ എക്സും എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് എൻ എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ്. അന്നേരം ഇതിൽ എക്സ് സൈൻ ഓഫ് n പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് സൈൻ ഓഫ് n മൈനസ് 1 ഇൻറ്റു എക്സ്. ഇതാണ് ഈ ഫോർമുലയിലേക്ക് വന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ ഫോർമുലയിൽ നിന്ന് അന്നേരം നമുക്ക് സൈൻ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്നും ഇതാണ് എടുക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി ഇത് നമ്മൾ ആഡ് ചെയ്യുക. ദ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി നമുക്ക് എടുക്കാം. ഇതാണ് വരണമെങ്കിൽ ഇവിടെ അന്നേരം ഒരു 2 വേണം. 2 ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ഇതാണെങ്കിൽ സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി എന്നായിരിക്കും ഈ ഫോം വരികയാണെങ്കിൽ. അന്നേരം ഇത് ലാർജർ ഫോം, ഇത് 4x ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. ഇത് 6x ആണെങ്കിൽ ഇത് 3x. കാരണം ഇത് കൂടുതൽ ഇത് കുറവ്. അതാണ് എ ഈസ് ഗ്രേറ്റർ ആൻഡ് ബി ഈസ് ലെസ്. ഓക്കെ, അതോടൊപ്പം തന്നെയാണ് കോസ് എ പ്ലസ് ബി. അത് നമ്മൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ് വരണം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ കോസ് എ മൈനസ് ബി എന്ന് പറയുന്ന ടേം നമുക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നാണ് നമ്മൾ വരണം. അന്നേരം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ചെയ്യുമ്പോൾ ഇത് പോവും, ഇത് മാത്രം വരും. അന്നേരം 2 കോസ് എ കോസ് ബി എന്ന് വരും. അത് അന്നേരം നമ്മൾ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. അന്നേരം നമുക്ക് കോസ് വന്നാൽ കോസ് എ പ്ലസ് ബി എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ അന്നേരം കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി വരികയാണെങ്കിൽ ഇത് മൈനസ് വരുമ്പോഴോ ഇത് വരുമ്പോൾ -2 സൈൻ എ സൈൻ പി എന്ന് വരും. അന്നേരം ഇവിടെ മൈനസ് ഉണ്ടാകത്തില്ല. അന്നേരം ഈ മൈനസ് പോകാൻ വേണ്ടി മൈനസ് കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യും.
ത്രൂ ഔട്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെ മൈനസ് വരുമ്പോൾ ഇത് ഫ്രണ്ടിൽ വരും, ഇത് ബാക്കിൽ വരും. അന്നേരം കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി സിക്കൽ ടു 2 സൈൻ എ സൈൻ ബി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കോസ് എ പ്ലസ് ബി സിക്കൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുകയാണെങ്കിൽ ഇത് 2 ടൈം വരികയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇവിടെ ഇത് എ പ്ലസ് ആണ്, തിരിച്ചാണ്, സോറി മൈനസാണ്. അയ്യോ മൈനസാണ്. അപ്പോൾ ഇത് രണ്ടും വരികയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. കോസ് അന്നേരം ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എടുക്കാം കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്നായിരിക്കും വരണം. ഇതിലാണ് വരണമെങ്കിൽ നമ്മളെന്താ ഇവിടെ വരുമ്പോൾ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി സിക്കൽ ടു 2 സൈൻ എ സൈൻ ബി എന്നായിരിക്കും വരണം. അന്നേരം ഇതാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ ഫോം നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലബനീസ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത പ്രോബ്ലം -5 to π² - s²/12 ഇതിൽ ഇക്വേഷൻസ് വരിക. ഇത് നോക്കുക. പിന്നെ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ √1 - cos x ഇൻ ഇൻ്റർവെൽ -5 to x of π. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. നമ്മൾ അതൊക്കെ ആ പ്രോബ്ലം നിങ്ങൾ ചെക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾ അതിനെ ഇത് ചെയ്താൽ മതി. ഇതിലുള്ള പ്രോബ്ലംസ് ഇവിടെ നോക്കുക. കോസ് W ω(x) -5 to ഇക്വേഷൻസ് വരിക. അതാണ് ആ പ്രോബ്ലം വന്നിരിക്കുന്നത്. അടുത്തത് Fourier സീരീസ് ഓഫ് f of x ഇൻ ദ ഇൻ്റർവൽ -π/2. എന്നാൽ ഇതിലൂടെ -π to 0യും 0 to πയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ A0 കണ്ടുപിടിക്കുക, B കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ e⁻x ആണെങ്കിൽ e⁻x ഇൻറ്റു ആ ഫോമുലയ്ക്ക് നമ്മൾ കൊടുക്കുക. ഇതും നമുക്ക് പഠിക്കാനുള്ള ഫോമുലയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്, അത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ദാറ്റ്സ് എ കോസ് ഹൈപ്പർബോളിക് കോസ് ഓഫ് h of ax is equal to ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇത് ഹൈപ്പർബോളിക് ആ സെക്ഷൻസ് തന്നെ. ഇനി അടുത്ത സെക്ഷൻ എടുക്കുന്ന ഫൈൻഡ് Fourier സീരീസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് -π to π. ഇതിൽ തന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർ പറയുക, ഞാനത് ചെയ്തു തരാം. ഓക്കെ, f of x Fourier സീരീസ് ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ആ പ്രോബ്ലംസ് ഇത് മൈനസ് ഓഫ് x -5 x ഇൻറ്റു ആ ടൈം നമ്മൾ ഒന്ന് അല്ല ഫൈൻഡ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1 0 to π and 2 π to 2π. അതേപോലെ തന്നെ ആ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം ഓക്കെ റൈറ്റ്. അടുത്ത പ്രോബ്ലം I0 sin θ and 0 to π and π to 2π. I0 is a maximum current and period of 2π expressed in Fourier series. അത് Fourier സീരീസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. ഇനി ഫൈൻഡ് Fourier സീരീസ് ഓഫ് 1 - t². t². ഓക്കെ റൈറ്റ്, t². അടുത്ത ക്വസ്റ്റ്യൻ Fourier സീരീസ് ഓഫ് ഇൻ്റർവെൽ ഇവിടെ നമ്മൾ 2 ആണ്. അന്നേരം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധ വരേണ്ടത്. -2 to 2. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ 2ൽ നിന്ന് -2 സബ്ട്രാക്ട് ചെയ്യണം. അന്നേരം 2 -2 എന്ന് പറയുമ്പോൾ 4 വരും. അന്നേരം 2a = 2a. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
2L equal to 4 എന്ന് വരും. Therefore L equal to 4/2 എന്ന് കിട്ടും. ദാറ്റ്സ് equal to 2. അന്നേരം എല്ലിൻ്റെ സ്ഥാനത്ത് എല്ലാം നമ്മൾ എന്ത് പറയുക 2 ആയിരിക്കും കൊടുക്കുന്നത്. എപ്പോഴും നമ്മളത് ഇതിൻ്റെ ഫൈനലിൽ നിന്നും ഇതിൻ്റെ എക്സ്ട്രീം പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റ് സബ്ട്രാക്ട് ചെയ്യുക. അത് അങ്ങനെയാണ് എല്ല് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എല്ലാ പ്രോബ്ലത്തിലും ഇത് ചെയ്യേണ്ട കാര്യത്തിൽ അങ്ങനെയാണ് നമുക്ക് തന്നെ. ഇത് 0 to 2. അന്നേരം 2 - 0 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2L equal to 2, therefore L equal to 1. അന്നേരം അവിടെ എല്ലാം ആ എല്ലിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം, ഈ ടൈം ആയിരിക്കും കൊടുക്കേണ്ടത്. ഇനി അടുത്തത് Fourier പൈ എക്സ് x is equal to -c and x is equal to c. അതും നമ്മൾ എല്ലിൻ്റെ ഫോമുലയിലാണ് വരുന്നത്. ഓക്കെ റൈറ്റ്. അടുത്തത് x - x² -L to L. ഇത് തന്നെ നമ്മൾ x - x, ദിസ് ഈസ് x³ ആണ്, x² അല്ല, x³. അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇക്വേഷനിലേക്ക് വരിക. അടുത്തത് സിൻസ് വോൾട്ടേജ് E in sin omega t is passing through the half wave rectifiers which is collapsed to negative portions of the wave and explain the result of periodic functions. അത് നമുക്ക് എഴുതാം. ഇതും ഇതേപോലത്തെ ചിലപ്പോൾ ഓടായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ഒബ്റ്റൈൻഡ് കൊസൈൻ ആൻഡ്. ഇനി അടുത്തത് കൊസൈൻ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് കൊസൈൻ ആൻഡ് സൈൻ സീരീസ് എന്ന് കൊടുക്കുക. അന്നേരം ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് വരുമ്പോൾ കൊസൈൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് മാത്രം എടുത്താൽ മതി, A0യും AN മാത്രം കണ്ടുപിടിച്ചാൽ മതി. സൈൻ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താ BN മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മളിവിടെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അത് നോക്കുക 0 to π. അന്നേരം 0 to π 2/π ആയിരിക്കണം. അന്നേരം ഹാഫ് വേസിലെല്ലാം 2/π ആയിരിക്കണം. പൈയിലാണെങ്കിൽ 2π, മറ്റേലാണെങ്കിൽ 2/L ആയിരിക്കും നമ്മൾ വരണം. ഹാഫ് സൈൻ ആണെങ്കിൽ നമുക്ക് BN മാത്രം മതി, A0 നമ്മൾ കണ്ടുപിടിക്കണ്ട. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് മാത്രമേ ഉള്ളൂ, കോസ് ആണെങ്കിൽ A0യും ANനും കണ്ടുപിടിക്കുക, സൈൻ ആണെങ്കിൽ B മാത്രം കണ്ടുപിടിക്കുക. പിന്നെ അവിടെ നമ്മൾ കണ്ട 2 എന്ന് പറഞ്ഞ ടേം നമുക്ക് വരും. മറ്റേലാണെങ്കിൽ 1/π ആണ്, ഇവിടെ 2/π ആയിരിക്കും വരണം. അതിൽ ഹാഫ് വേവ് കൊസൈൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അറിയാം, കൊസൈൻ ആണെങ്കിൽ ഏത് എടുക്കണം, A0യും ANനും നമ്മൾ കണ്ടുപിടിക്കുക, BN നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അതിലുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെ. ഇതാണ് നമ്മളുടെ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്നത്. അടുത്ത പ്രോബ്ലമാണ് mx = അതും ഷോ ദാറ്റ് 0 to π/2 and π/2 to π and f of x = 4π = അന്നേരം ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല ഏത് ഹാഫ് വേവ് ഇതാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അന്നേരം 0 to π/2 and π/2 to π. അന്നേരം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മളതിലെ ഇക്വേഷനിലേക്ക് കയറുക. അടുത്തത് f of x മാത്രമുള്ളത്. എന്നിട്ട് അതിൽ 0 to 2 and 0 to 2 അത് സൈൻ സീരീസ് എടുക്കുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ്സ് ഈക്വൽ ടു അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ റൈറ്റ്. അടുത്ത ഷോ ദാറ്റ് സിഗ്മ ഓഫ് ഇത് ഷോ ചെയ്യുക. ദെൻ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് സൈൻ സീരീസ് നോട്ട് റെക്ടിഫയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൽ നോക്കാം. ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ ദ ഹാഫ് വേവ് Fourier സീരീസ് എക്സ്പാൻഷൻസ് ഷോ ചെയ്യുക. ഇതെല്ലാം ഒരു ഓഡ് ക്വസ്റ്റ്യനാണ്. നമ്മൾ നോക്കുക, ഈ പ്രോബ്ലംസ് എല്ലാം ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ഈ π/4 to 96 ഇത് 2019 നമ്മൾ എന്താണ് നമ്മളെ KTUവിന് ചോദിച്ചതായിട്ട് എനിക്കൊരു സംശയമുണ്ട്. ഈ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഓഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. അന്നേരം ഇതിൽ നോക്കുക, A0 കോംപ്ലക്സ് നിങ്ങൾ ഈ സെക്ഷനിൽ വരുന്നില്ല.
നമുക്കത് ഇടാം. ബാക്കിയുള്ളതെല്ലാം ഇവിടം വരെയാണ് നിങ്ങളുടെ സെക്ഷൻസിൽ വരുന്നത്. അന്നേരം നോക്കുക, ഇതെല്ലാം വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് പോസിബിൾ. ഇത് നടക്കുന്ന കാര്യമല്ല. എന്തെങ്കിലും നോക്കുക, ഈ പ്രോബ്ലത്തിൽ ഡൗട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ മെസ്സേജിലേക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ആ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.